Good morning. Okay, ഞാൻ ഇവിടെ ഷെയർ ചെയ്ത സ്ക്രീൻ ലിങ്ക് കാണുന്നുണ്ടോ? കാണോ നിങ്ങൾക്ക്? യെസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയായിരുന്നു അല്ലെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നമ്മള് ജസ്റ്റ് അതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഡ്യൂട്ടി, അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടി ഒരു പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞായിരുന്നു. വായിച്ചു നോക്കിയായിരുന്നു എല്ലാവരും? വായിച്ചായിരുന്നു എന്താ? അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്റ്റർ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ആൻഡ് മിനിസ്റ്റയർ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് അഡ്മിനിസ്റ്റർ എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോ പിന്നെ നമ്മൾ രണ്ട് ഡെഫിനിഷനാണ് പറഞ്ഞത്. ഹെർബർട്ട് എ സൈമണും ലൂതർ ഗഡ്ലിക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? Administration എന്ന് പറഞ്ഞാൽ എന്താ? Is made up of many health managers and executive to handle individual department. Individual ഡിപ്പാർട്ട്മെന്റുകൾ, വ്യക്തിഗത ഡിപ്പാർട്ട്മെന്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവും അടങ്ങുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡ്യൂട്ടി ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റർ ഡിഫർ എന്തനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? With the size and the complexity of the hospital. ഹോസ്പിറ്റലിന്റെ വലിപ്പം അതുപോലെ കോംപ്ലക്സിറ്റി, സങ്കീർണത അനുസരിച്ച് ഡ്യൂട്ടീസ്, അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ എന്താ പറഞ്ഞേക്കണേ? കോണ്ടാക്ട് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ബോർഡ്, അതർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ് എന്നിവരുമായിട്ടൊരു സമ്പർക്കം, തമ്മിലുള്ള ഒരു സമ്പർക്കമാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നേ? Then they also accountable for hospital public relation, fundraising program. ഇതൊക്കെ അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പബ്ലിക് റിലേഷൻസ് ഒക്കെ, പബ്ലിക് റിലേഷനും പിന്നെ ധനസമാഹരണ പ്രോഗ്രാംസും ഒക്കെ സംഘടിപ്പിക്കുന്നതിനൊക്കെ ഉത്തരവാദിത്തം ഉള്ള ആളാണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റർ ഡെവലപ്പ് പ്രോഗ്രാംസ് ഫോർ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഹോസ്പിറ്റൽ. They have to keep with the latest advance in medicine. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്നത് ലാർജ് ഹോസ്പിറ്റലില് കുറെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഒരു അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടാവും, മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. When one administrator is in charge overall, ഒരു അഡ്മിനിസ്ട്രേറ്ററിന് ഓവറോൾ ഇൻചാർജും പിന്നെ ധാരാളം അഡ്മിനിസ്ട്രേറ്റേഴ്സും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ലാർജ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഇൻ സ്മോളർ ഹോസ്പിറ്റലിലാണെങ്കിലോ only one administrator may be in charge of number of departments. പല ഡിപ്പാർട്ട്മെന്റുകളുടെയും ഇൻചാർജ് ഒരു അഡ്മിനിസ്ട്രേറ്ററിനായിരിക്കും സ്മോൾ ഹോസ്പിറ്റലില്. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ എൻറ്റയർ ഹോസ്പിറ്റലിലെ മൊത്തം ചാർജും ഒരു അഡ്മിനിസ്ട്രേറ്ററിന് തന്നെയായിരിക്കും. പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് ഇലമെന്റ്സ് ആണ്. ഇലമെന്റ്സ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഓരോന്നും ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇലമെന്റ്സ് ഏതാണ്? പോസ്റ്റ് കോർബ്, POST, CORB. പോസ്റ്റ് കോർബില് ഏതൊക്കെയാണ്? നമ്മള് P stands for, P എന്തിനെ കാണിക്കുന്നത്? പ്ലാനിങ്. ഇലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേഷന്റെ ഇലമെന്റ്സുകൾ ഏതൊക്കെയാണ്? പോസ്റ്റ് കോഡ് എന്നാണ് അതിന് ചുരുക്കി നമ്മൾ പറയുന്നത്. പ്ലാനിങ്, O stands for organizing, S for staffing, then D directing, C coordinating, R reporting, B budgeting. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ജസ്റ്റ് അത് എന്തൊക്കെയാ അതിന്റെ പോസ്റ്റ് കോഡിന്റെ എക്സ്പാൻഡഡ് ഫോം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇത് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ പോസ്റ്റ് കോഡില് P എന്ന് പറഞ്ഞ പ്ലാനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞ എന്താ? ആസൂത്രണം. Planning is the process of thinking about the activities needed to gain a desired goal. ഫുൾ സ്റ്റോപ്പ് ഉണ്ട് അവിടെ.
It is the first and the foremost activity to attain desired goal. Planning, asutranam എന്ന് പറഞ്ഞ എന്താണ്? Is the process of thinking about the activity needed to gain a desired goal. ഒരു ആഗ്രഹിച്ച ലക്ഷ്യം, desired goal, goal എന്ന് വെച്ചാൽ ലക്ഷ്യം. ഒരു ആഗ്രഹിച്ച ഒരു ലക്ഷ്യം നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, അതേക്കുറിച്ച് ചിന്തിക്കുന്നതിനെയാണ്, ആ പ്രോസസ്സാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓരോന്നിനും പ്ലാൻ ചെയ്യാറുണ്ട്. നമ്മളൊരു ഷോപ്പിങ്ങിന് പോവാം, ഒരു എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാം, ഇതെല്ലാം നമ്മുടെ ഒരു പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് അവിടെ പോകാം, ഈ സാധനങ്ങൾ മേടിക്കാം, അതിന്റെ നെക്സ്റ്റ് അടുത്ത ഷോപ്പിൽ കയറാം എന്ന് നമ്മുടെ മനസ്സിലൊരു ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും. നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ടിരിക്കും അല്ലെ? ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യും. പ്ലാനിംഗ് എന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ ഒരു നിശ്ചിത ഒരു ആഗ്രഹിച്ച ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Dash is the process of thinking about the activity needed to gain a desired goal. Planning is the process of thinking about the activity needed to gain a desired goal. It is the first and foremost activity to attain desired result. ഇത് നമുക്കൊരു ഫസ്റ്റ്, ആദ്യത്തേതും ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായ, അപ്പൊ നമ്മുടെ ആഗ്രഹിച്ച നമുക്ക് റിസൾട്ട് കിട്ടുന്നതിനുള്ള ആദ്യത്തേതും ഏറ്റവും പ്രധാനമായിട്ടുള്ള ആക്ടിവിറ്റിയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് നമ്മൾ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം. ഫസ്റ്റ് എന്താ? ഒരു പ്ലാനിങ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. എന്തിനു വേണ്ടി? ടു അറ്റൈൻ ഡിസൈർഡ് റിസൾട്ട്. നമുക്ക് ആഗ്രഹിച്ച ഒരു റിസൾട്ട് കൈവരിക്കുന്നതിന് ആദ്യത്തേതും പ്രധാനവുമായിട്ടുള്ള, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓർഗനൈസിങ്. എന്താണ് മീനിങ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ? ആസൂത്രണം അല്ലെ? ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ സംഘടിപ്പിക്കുക. പ്ലാനിങ് ആണ് ആസൂത്രണം കേട്ടോ. സോറി, രണ്ടാമത്തെ ഓർഗനൈസിങ്. ഓർഗനൈസ് ചെയ്യുക വെച്ചാൽ സംഘടിപ്പിക്കുക. Organizing consists of coordinating and allocating efforts, resource in order to execute its plans. ഒരു സ്ഥാപനത്തിന്റെ ഒരു പ്ലാൻ, പദ്ധതികള് നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിന്റെ റിസോഴ്സുകള് എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക, അതിന്റെ ഏകോപിപ്പിക്കുകയും അതിനെ അലോക്കേറ്റിംഗ്, അനുവദിക്കുകയും ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഈ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. Organizing consists of coordinating and allocating a firm's resource in order to execute its plan. അപ്പൊ ഒരു പ്ലാൻ നമുക്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ റിസോഴ്സുകൾ, അതിന് വേണ്ടിയുള്ള റിസോഴ്സുകൾ അത് എന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുകയും അലോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. നമ്മൾ പല കാര്യങ്ങളും ഇതുപോലെ ഓർഗനൈസ് ചെയ്യാറില്ലേ? അപ്പൊ അതിനു വേണ്ടി, ആ പ്ലാനിങ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള റിസോഴ്സുകൾ ഏകോപിപ്പിക്കുന്ന, സംഘടിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ. ആളുകളുടെ ഒരു സ്ട്രക്ചർ, ഒരു ഘടന. പിന്നെ അതുപോലെ പൊസിഷൻ, അവരുടെ പൊസിഷൻ, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആക്ടിവിറ്റീസ് വിത്തിൻ എ ഫേം. എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു സ്ഥാപനം. അതാണ് ആളുകള്, ഒരു അവിടുത്തെ പൊസിഷൻ, അവരുടെ സ്ഥാനം, പല ഡിപ്പാർട്ട്മെന്റുകള് എന്നിവയ്ക്കായിട്ടുള്ള ഒരു വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, വകുപ്പുകൾ എന്നിവയ്ക്കുള്ള സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഒരു ഘടന വികസിപ്പിക്കുക എന്നുള്ള, ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ. ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ പൊസിഷൻ, ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ആക്ടിവിറ്റി, ഇതിനെയൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്ട്രക്ചർ, ഒരു ഘടന ഡെവലപ്പ് ചെയ്യുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്, ഓർഗനൈസിംഗിൽ ചെയ്യുന്നത്. ഫസ്റ്റ് ലൈന് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഓർഗനൈസിങ്.
But dash consists of coordinating and allocating a firm's resource in order to execute its plan. So, രണ്ടിലെ ഫസ്റ്റ് ലൈന് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. അത് ചിലപ്പോൾ ആ സെന്റൻസ് തന്നെ തന്നിട്ട് നമുക്ക് ഏതാണെന്ന് ചോദിക്കാം. ഇനി അടുത്തതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫുകളെ നിയമിക്കുന്നത്. Staffing is the process of finding the right worker with the appropriate qualification or experience and recruiting them to fill a job position or role. അപ്പൊ നമ്മളൊരു ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ജോലിക്കാരെ നമ്മൾ കണ്ടുപിടിക്കുകയും അതിനെന്താ അപ്രോപ്രിയേറ്റ് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിന് അനുയോജ്യമായ ക്വാളിഫിക്കേഷൻ ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ആ ശരിയായ ജോലിക്കാരെ നമ്മൾ കണ്ടുപിടിക്കുകയും അവരെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിയമിക്കുക. എന്തിനു വേണ്ടിയാ? ടു ഫിൽ എ ജോബ് പൊസിഷൻ ഓർ റോൾ. ഒരു ജോബ് പൊസിഷൻ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് അനുയോജ്യമായിട്ടുള്ള ശരിയായ വർക്കേഴ്സിനെ ഫൈൻഡ് ചെയ്തിട്ട്, അതെങ്ങനെയുള്ള വർക്കേഴ്സാ? ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഉള്ള വർക്കേഴ്സിനെ കണ്ടുപിടിച്ച് നമ്മൾ അവിടെ നിയമിക്കുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതും ആ ഫസ്റ്റ് ലൈൻ നോക്കാം കേട്ടോ. ആ പ്രോസസ്സ് തന്നിട്ട് ചിലപ്പോ ഏതാന്ന് ചോദിക്കാം. സ്റ്റാഫിംഗ് അറിയാലോ, ശരിയായ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള ശരിയായ വർക്കേഴ്സിനെ കണ്ടെത്തി ഒരു ജോബ് പൊസിഷൻ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി അവിടെ നിയമിക്കുന്ന പ്രോസസ്സ്. ഓക്കെ, നാലാമത്തെ നോക്കിയ ഡയറക്റ്റിംഗ് ചെയ്യുക. Directing is the process in which the managers direct, guide and oversees the performance of the workers to attain goals already determined. ഇതിനകത്ത് നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ. ലാസ്റ്റ് നോക്കിയ ഗോൾസ് ഓൾറെഡി ഡിറ്റർമിൻ. ഇതിനകം നമ്മുടെ ഓൾറെഡി നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു? അവിടുത്തെ തൊഴിലാളികളുടെ എന്ത് ചെയ്യുന്നു? അവരെ മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ചെയ്യുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു, ഓവർസീസ് മേൽനോട്ടം വഹിക്കുന്നു അവരുടെ പെർഫോമൻസിന്. അതിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുക. നമുക്കൊരു മേൽനോട്ടം വഹിക്കുക അല്ലെങ്കിൽ നമ്മളൊന്ന് ഗൈഡ് ചെയ്യുക, ഇതിനെയൊക്കെയാണ് ഡയറക്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡയറക്റ്റിംഗ് is the process in which the managers direct, guide and oversees the performance of the workers to attain goals already determined. First line underline ചെയ്തിട. Directing should be the heart of the management process. മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹാർട്ട് എന്ന് പറഞ്ഞ ഹൃദയം എന്ന് പറയുന്നത് ഏതാണ്? ഡയറക്റ്റിംഗ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. Directing should be the heart of the management process. Dash is the heart of the management process. ഏതാണ് നമ്മുടെ ഈ പോസ്റ്റ് ഫോർമിൽ ഏതാണ്? ഹാർട്ട് എന്ന് പറയുന്ന മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. അടുത്തതാണ് കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത്. കോർഡിനേറ്റ് ചെയ്യുക. എന്താ മലയാളം എന്താ? ഏകോപിപ്പിക്കുക. എല്ലാത്തിനും ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിക്കുക. കോർഡിനേഷൻ ഈസ് ദ യൂണിഫിക്കേഷൻ, ഏകീകരണം. യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏകീകരണം. ഇന്റഗ്രേഷൻ, സംയോജനം. ഇന്റഗ്രേഷൻ, സംയോജനം. സിങ്ക്രോണിസേഷൻ, സമന്വയം. സിങ്ക്രോണിസേഷൻ, സമന്വയം. Of the effort of group members so as to give unity of action in the pursuit of common goal. Pursuit ചെയ്യാന്ന് വെച്ചാൽ ഫോളോ ചെയ്യുക, അതിനെ പിന്തുടരുക എന്നുള്ള മീനിങ്. പിന്തുടരുക. അപ്പൊ എന്താ പറഞ്ഞ കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് ദ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, synchronization of the effect of group members so as to give the unity action in the pursuit of common goals. എന്നാൽ തുടർച്ചയായിട്ടുള്ള ഒരു
നമ്മള് പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങള് പറഞ്ഞേക്കുന്നത്, പൊതുവായ ലക്ഷ്യങ്ങള് പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തനത്തിന്റെ ഐക്യം നിലനിർത്തുന്നതിനും എല്ലാത്തിന്റെയും എന്ത് ചെയ്യുക, അവിടെ യൂണിഫിക്കേഷൻ, അതിന്റെ എല്ലാത്തിന്റെയും ഒരു ഏകീകരണം, അതിന്റെ സംയോജനം, അതിന്റെയൊക്കെ സമന്വയം, അത് മൂന്നും കൂടി അതിനകത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. പൊതു ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തനത്തിന്റെ ഐക്യം നിലനിർത്തുന്നതിനായിട്ട് ആ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ശ്രമങ്ങളുടെ ഒരു എന്താണ് ഏകീകരണം, സംയോജനം ആൻഡ് പിന്നെ പറഞ്ഞേക്കുന്നതാണ് അതിന്റെയൊക്കെ ഒരു സമന്വയം. അതിനാണ് കോർഡിനേറ്റ് ചെയ്യാന്ന്. നമ്മളിപ്പോ ഒരു പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യുക എന്താണ്, എല്ലാ കാര്യങ്ങളും ആക്കിയിട്ട് ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ എല്ലാം ഇപ്പൊ ഒരു പരിപാടി നടത്തണമെങ്കിൽ അതിന്റെ കോർഡിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് അതിനെല്ലാത്തിനെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം അല്ലെ. എല്ലാത്തിന്റെയും ഒരു അടക്കം ചിട്ടിയായിട്ട് എല്ലാത്തിനെയും കോർഡിനേറ്റ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. കോർഡിനേഷൻ ഇസ് ദ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, സിൻക്രോണൈസേഷൻ ഓഫ് ദ എഫക്ട് ഓഫ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ്. അടുത്ത് നോക്കിയേ, റിപ്പോർട്ടിംഗ്. Reporting means to the formal system whereby relevant needed information is furnished to management with the help of reports continuously. Reporting എന്താണ് പറഞ്ഞേക്കുന്നത്, നമ്മൾ എന്തിന്റെയും ഒരു റിപ്പോർട്ടിംഗ് ആവശ്യമാണ്. റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ അതൊക്കെ ഒരു ചിട്ടിയായിട്ട് നമ്മളൊരു റെക്കോർഡിക്കലി നമ്മൾ അതിന്റെയൊക്കെ ഒരു റിപ്പോർട്ട് വേണം. നമ്മളൊന്ന് അവരുടെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട് നമുക്ക് മാനേജ്മെന്റിനൊക്കെ ഒന്ന് അളക്കാനുള്ള ഒരു ഇതും കൂടിയാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. തുടർച്ചയായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളുടെ സഹായത്തോടെ മാനേജ്മെന്റിന് ഒരു പ്രസക്തമായിട്ടുള്ള ആവശ്യങ്ങളുടെ വിവരങ്ങൾ നൽകുന്ന ഒരു ഫോമൽ, ഒരു ഔപചാരിക സംവിധാനമാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അവിടെ കൊടുക്കുന്നുണ്ട്, റിപ്പോർട്ടിംഗ് മീൻസ് ടു ദ ഫോർമൽ സിസ്റ്റം whereby relevant needed information is furnished to management with the help of reports continuously. അപ്പൊ എന്താണ് റിപ്പോർട്ടിലൂടെ ഉദ്ദേശിക്കുന്നത്? ആ മാനേജ്മെന്റിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അത് കിട്ടുന്ന ഒരു ഫോർമൽ സിസ്റ്റം ആണ് അത് പറഞ്ഞേക്കുന്നത്. Relevant needed information is furnished to management. അപ്പൊ മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അപ്പൊ റിപ്പോർട്ട് പരിശോധിച്ച് അവർക്ക് അറിയാൻ പറ്റും അവർക്ക് എന്തൊക്കെയാണ്. അതൊരു ഫോർമൽ സിസ്റ്റം ആണ്. അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഒരു റിപ്പോർട്ടാക്കി ഇതാക്കി കഴിഞ്ഞാൽ ആ മാനേജ്മെന്റിന് എന്താണ് അവർക്ക് അതിന്റെ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആണത് കേട്ടോ റിപ്പോർട്ടിങ്. നെക്സ്റ്റ്, അപ്പൊ ഫസ്റ്റ് ലൈൻ എല്ലാത്തിന്റെയും ആ ഡെഫിനിഷൻ ആയിട്ടുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് അപ്പൊ അതിന് എന്തെങ്കിലും ചോദിക്കാം. Thus the report is the essence of any management reporting system. അത് അണ്ടർലൈൻ ചെയ്തിട്ടേ. അതുകൊണ്ട് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏതാണ്? is the essence of any management reporting system. അപ്പോ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് റിപ്പോർട്ടാണ്. റിപ്പോർട്ട് പ്രൊവൈഡ്സ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് അതിനുള്ളൊരു മാധ്യമമാണ്. റിപ്പോർട്ട് പ്രൊവൈഡ്സ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. നമ്മുടെ പെർഫോമൻസ് പരിശോധിക്കുന്നതിനുള്ള ഒരു മാർഗം ആണ് ഏത് റിപ്പോർട്ട് എന്ന് പറയുന്നത്. റിപ്പോർട്ട് പ്രൊവൈഡ്സ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. അപ്പൊ അതിനകത്ത് ആ മൂന്നെണ്ണം ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞത് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ എസൻസ് എന്ന് പറയുന്നത് ഏതാണ്? റിപ്പോർട്ടാണ്. പിന്നെ റിപ്പോർട്ട് പ്രൊവൈഡ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. പെർഫോമൻസ് നമ്മുടെ പ്രകടനം നമ്മൾ പരിശോധിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, നൽകുന്നത്. പിന്നെ അടുത്തതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. അപ്പൊ അതായത് നമ്മൾ എന്താണ് ബഡ്ജറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആസൂത്രണം ചെയ്ത പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി അതിനു വേണ്ടി ചെലവാക്കുന്ന പൈസ, അതാണ് ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഡ്ജറ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു spend money.
നമ്മൾ ആ ഡിസൈൻ ചെയ്ത ഒരു പദ്ധതി അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന ആ ഒരു പൈസ ആണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. This spending plan is called a budget. ഈ സ്പെൻഡിങ് പ്ലാനിയാണ് എന്തെന്ന് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത്. Then making this spending plan allows you to decide in advance whether you will have enough money to do the things you require to do or would like to do. എന്ന് പറഞ്ഞിരുന്ന ഈ സ്പെൻഡിങ് പ്ലാൻ നമ്മൾ പറഞ്ഞ ഈ സ്പെൻഡിങ് പ്ലാനെയാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ സ്പെൻഡിങ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടതോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത്ര പണമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ, എന്ന് മുൻകൂട്ടി തീരുമാനിക്കാനായിട്ട് നമ്മളെ ബഡ്ജറ്റിംഗ് അനുവദിക്കും. നമ്മൾ ആദ്യം ഒരു ബഡ്ജറ്റ് ഇടും അല്ലെ, ഇപ്പൊ നമുക്ക് ഇത്ര രൂപ ഏകദേശം ആവുന്ന ഒരു ബഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്ര രൂപ ഒരു ചെലവാകും. അതാണ് നമ്മൾ ആ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത്രയും പൈസ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാനും കൂടി ബഡ്ജറ്റ് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞേക്കണേ. നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത്ര പണമുണ്ടോ എന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ ഈ ബഡ്ജറ്റിംഗ് നമ്മെ ഹെൽപ്പ് ചെയ്യും. Then budgeting is merely balancing expense with the income. എന്തുമായിട്ട് നമ്മൾ പറഞ്ഞേക്കുന്നത്, ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ചെലവുകൾ വരുമാനമായി സന്തുലിതമാക്കുക എന്നത് മാത്രമാണ്. ചെലവുകൾ നമ്മുടെ വരുമാനം അതനുസരിച്ച് ചെലവുകൾ അതിനെ ഒന്ന് സന്തുലിതമാക്കുക, അതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ബഡ്ജറ്റ് ഇടും, ബഡ്ജറ്റ് അനുസരിച്ചാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു ബഡ്ജറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇത് ചെയ്തില്ലെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോണ ചില പൈസക്ക് അതിനൊരു ഇതുണ്ടാവില്ല, അളവുണ്ടാവില്ല. അപ്പൊ നമ്മുടെ വരുമാനം നമ്മുടെ ചെലവ് ഇത് രണ്ടുമായിട്ട് ഒന്ന് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ബഡ്ജറ്റിംഗ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അത് എല്ലാം നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ ഫസ്റ്റത്തെ ലൈന് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. അതിനകത്ത് ഡാഷ് ഇട്ട് തന്നെ ചോദിക്കാം. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ആസൂത്രണം, പ്ലാൻ ചെയ്യുക. പോസ്റ്റ് കോഡിലെ ഓരോ അഡ്മിനിസ്ട്രേഷന്റെ ഇലമെന്റാ പറഞ്ഞത്, ഇലമെന്റ്സ് പോസ്റ്റ് കോഡ് എന്ന് പറയാം. അതിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കണം. അതിലെ ഫസ്റ്റ് പ്ലാനിങ് ആണ് ആസൂത്രണം ചെയ്യുക എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഓർഗനൈസിങ്, അത് സംഘടിപ്പിക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അനുയോജ്യമായ സ്റ്റാഫിനെ നിയമിക്കുന്നത്, സ്റ്റാഫിങ്. പിന്നെ അവർക്ക് ഗൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്, ആ വർക്കേഴ്സിന്റെ പെർഫോമൻസിനെയൊക്കെ ഗൈഡ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിനെ എല്ലാത്തിനെയും ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ അതിന്റെ ഒരു റിപ്പോർട്ടിങ് ശരിയാക്കുക. പിന്നെ അടുത്തത് ബഡ്ജറ്റിംഗ്. അതിനു വേണ്ടി നമ്മൾ ആ ആസൂത്രണം ചെയ്ത പ്ലാൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നതിനെ കാണിക്കുന്നതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ, ഇതിന്റെ ടഫ് ആയിട്ടുള്ള ഇതൊന്നും അല്ല. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ആണ് പറയുന്നത്. അതിനകത്ത് നോക്കി, അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് എന്തൊക്കെയാണ്? ഇന്റർപേഴ്സണൽ റോൾ വരുന്നുണ്ട്, ഇൻഫർമേഷണൽ റോൾസ് വരുന്നുണ്ട്, ഡിസിഷണൽ റോൾസ് വരുന്നുണ്ട്. അത് മൂന്നും ഒന്ന് ടിക്കറ്റ് വെച്ചിരുന്നു കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന്? ഇന്റർപേഴ്സണൽ, വ്യക്തിപരമായിട്ടുള്ള റോള്, വ്യക്തിപരമായിട്ടുള്ളത്. ഇന്റർപേഴ്സണൽ റോൾസ്, വ്യക്തിപരമായിട്ടുള്ള റോള് എന്തൊക്കെയാണ്? ഫിഗർ ഹെഡ്, ലീഡർ, ലിയേസൺ. ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ തലവൻ, ഹെഡ്, ഫിഗർ ഹെഡ്, തലവൻ. അടുത്തത് ലീഡർ. ലീഡർ എന്ന് പറഞ്ഞാൽ എന്താ? നേതാവ്. എല്ലാത്തിനെയും ഒന്ന് മാനേജ് ചെയ്യുന്ന ഒരാളാണല്ലോ, എല്ലാത്തിനും ഒരു ലീഡറാണ് ഉള്ള രീതിയിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ എടുക്കാം. ലീഡർ. പിന്നെ അടുത്ത ലിയേസൺ, ബന്ധം. ലിയേസൺ, ബന്ധം.
പിന്നെ അടുത്ത് നോക്കി എല്ലാവരുമായിട്ട് ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണം. ഇത് മൂന്നും ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്നതാണ്. അതൊന്ന് നോക്കി വെക്കാം കേട്ടോ. ഫിഗർ ഹെഡ്, ലീഡർ, ലിയേസൺ. അടുത്ത് നോക്കി ഇൻഫർമേഷണൽ റോൾസ്. ഇൻഫർമേഷണൽ റോൾസിൽ വരുന്ന ഏതാ? മോണിറ്റർ, മോണിറ്റർ ചെയ്യുക, അവര് ബന്ധം, ലിയേസൺ ബന്ധം, റിലേഷൻഷിപ്പ് എന്ന് പറയാം. എല്ലാവരുമായിട്ട് എല്ലാത്തിനും മാനേജ് ചെയ്യണല്ലോ. ഹോസ്പിറ്റലിലെ ഓവറോൾ മാനേജ്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരുമായിട്ട് ഒരു നല്ല റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അത് ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്ന കാര്യമാണ്, വ്യക്തിപരമായിട്ടുള്ള റോള്. പിന്നെ അടുത്ത ഇൻഫർമേഷണൽ റോള്, നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുക. നമുക്ക് ആ ഒരു റോളിൽ എന്തൊക്കെയാണ്? മോണിറ്റർ ചെയ്യുക, എല്ലാത്തിനെയും നിരീക്ഷിക്കുക. ഡിസെമിനേറ്റർ എന്ന് വെച്ചാൽ പ്രചരിപ്പിക്കുന്നവൻ, പ്രചരിപ്പിക്കുക. പിന്നെ അടുത്ത സ്പോക്ക് പേഴ്സൺ എന്ന് പറഞ്ഞ വക്താവ്, നല്ല വക്താവായിരിക്കണം, സാമർഥ്യമുള്ളത്, നന്നായിട്ട് സംസാരിക്കുന്നത്. ഇതെല്ലാം ഇൻഫർമേഷണൽ റോൾസിൽ വരുന്നതാണ്. നമ്മുടെ ഇൻഫർമേഷനും കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യാനൊക്കെ നല്ലൊരു എന്താ പറയാ, അതിന് നല്ലൊരു വക്താവായിരിക്കും. നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ വേണം. മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക, ഡിസെമിനേറ്റർ പ്രചരിപ്പിക്കുക, സ്പോക്ക് പേഴ്സൺ നല്ലൊരു വക്താവ്. പിന്നെ അടുത്താണ് ഡിസിഷണൽ റോൾസ്. തീരുമാനപരമായിട്ടുള്ള റോളിൽ വരുന്ന ഏതാണ്? ഇന്റർപ്രീനിയർ എന്ന് വെച്ചാൽ സംരംഭകൻ, സംരംഭകൻ. പിന്നെ ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യുന്ന ആള്, ഡിസ്റ്റർബൻസുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആള്, കൈകാര്യം ചെയ്യുന്ന ആള്. റിസോഴ്സ് അലോക്കേറ്റർ, റിസോഴ്സ് അനുവദിക്കുന്ന ആള്, വിഭവങ്ങൾ അനുവദിക്കുക, റിസോഴ്സ് അലോക്കേറ്റർ. പിന്നെ അടുത്താണ് നെഗോഷിയേറ്റർ, ചർച്ചക്കാരൻ, നെഗോഷിയേഷൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നെഗോഷിയേറ്ററിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഗുഡ് നെഗോഷിയേറ്ററിന് വേണ്ട ക്യാരക്ടർ ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് അല്ലെ. അപ്പൊ അതിനകത്ത് നെഗോഷിയേറ്റർ, ചർച്ചക്കാരൻ. ഓക്കെ, ഇത് 3 റോളുകൾ അതിന്റെ ഓരോന്നിന്റെ കീഴിൽ വരുന്നത് ഏതാണെന്നൊന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതിന്റെ എല്ലാത്തിന്റെ മീനിങ് അറിയാത്തവരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്റെ എക്സ്പാൻഡ് ചെയ്തൊന്നും പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ പാർട്സ് മാത്രം നോക്കിയാൽ മതി. ഡിസിഷണൽ റോൾസിൽ വരുന്നത് ഏത്, ഇൻഫർമേഷണൽ റോൾസിൽ വരുന്നത് ഏത്, ഇന്റർപേഴ്സണൽ റോൾസിൽ വരുന്നത് ഏത്, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ അടുത്ത സ്കിൽസ് നീഡഡ്, അവർക്ക് വേണ്ട കഴിവുകൾ, ആവശ്യമായിട്ടുള്ള കഴിവുകൾ. ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കഴിവ് വേണം. എന്താ? നോളജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്. ആ ഒരു പ്രത്യേക മേഖലയില് എന്ത് വേണം? അതിനെക്കുറിച്ചുള്ള അറിവ് വേണം, വൈവിധ്യം വേണം, എക്സ്പേർട്ട് ആയിരിക്കണം. എക്സ്പെർട്ടൈസ് ഇൻ എ സ്പെസിഫിക് ഫീൽഡ്, ആ ഒരു പ്രത്യേക ഫീൽഡില് അതിന് ഒരു അഗാധമായ അറിവും അതുപോലെ വൈദഗ്ധ്യവും വേണം, ഒരു എക്സ്പേർട്ടും ആയിരിക്കണം. അത് ടെക്നിക്കൽ സ്കില്ലിന് വരുന്നതാണ്. നെക്സ്റ്റ് നോക്കി, ഹ്യൂമൻ സ്കിൽസ്, the potential to work well with the other people. മറ്റുള്ള ആളുകളുമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കഴിവ്, നന്നായി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് വേണം. എന്നുവെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു ഒരു വ്യക്തിയുടെ ഒരു കാര്യമല്ല എന്ന് പറഞ്ഞു അല്ലെ. അത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആളുകളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് പറയുന്നത്. അപ്പോ അവിടെയുള്ള മറ്റുള്ള ആളുകളുമായിട്ടൊക്കെ നല്ല രീതിയിൽ അവരോടൊക്കെ നന്നായി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് വേണം. അതാണ് ഹ്യൂമൻ സ്കിൽസിൽ വരുന്നത്. പിന്നെ അടുത്തതാണ് കൺസെപ്ച്വൽ സ്കിൽസ്. The capacity to think and gestate or conceptate എന്ന് പറയാം. About abstract and complex situations which concern the organization. Conceptualize എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാ കാണൽ എന്നുള്ളതാണ്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ നിഗൂഢമായ അബ്സ്ട്രാക്ട്. കൺസെപ്ച്വൽ സ്കിൽസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്ന
അതിനെ ബാധിക്കുന്ന സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള അതിനെക്കുറിച്ച് ചിന്തിക്കാനും അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ സെന്റൻസ് ഒന്നും അങ്ങനെ കാണാതെ ഒന്നും പഠിക്കണ്ട. എന്താണ് കൺസെപ്ച്വൽ സ്കിൽസ്? അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഗൂഢമായ, അതായത് ഒരു സംഘടനയെ ബാധിക്കുന്ന, ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്ന എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടല്ലോ, ഒരു നിഗൂഢമായ അല്ലെങ്കിൽ സങ്കീർണമായ സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും അതേക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവ് വേണം. ദ കപ്പാസിറ്റി ടു തിങ്ക് ആൻഡ് ജസ്റ്റേറ്റ്, അല്ലെങ്കിൽ അത് കൺസെപ്ച്വലൈസ് അതവിടെ എഴുതിയാലും മതി. ആ ഒരു വേർഡിന്റെ ഒരു മീനിങ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. അത് നിങ്ങൾ എഴുതിയാൽ മതി. CONCE ജസ്റ്റേറ്റ് എന്നുള്ള വേർഡ് അല്ല ശരിക്കും അവിടെ വന്നത്. കുറച്ചുകൂടി സ്യൂട്ട് ആയിട്ടുള്ളത് കൺസെപ്ച്വലൈസ്. CONCEPTUALIZE കൺസെപ്ച്വലൈസ്. മനസ്സാകാണൽ, അതായത് മനസ്സിലാക്കുക. The capacity to think and conceptualize. അത് നമ്മൾ ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. എപ്പോൾ അബ്സ്ട്രാക്ട്, നിഗൂഢമായ അല്ലെങ്കിൽ സങ്കീർണമായ ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷൻ വിച്ച് കൺസേൺ ദ ഓർഗനൈസേഷൻ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സംഘടനയെ ബാധിക്കുന്ന ഒരു നിഗൂഢമായ അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിനും അതേക്കുറിച്ച് ചിന്തിക്കാനും ഉള്ള ഒരു കഴിവ് വേണം. ചിന്തിക്കാനും അത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം. ഈ 3 കഴിവുകളാണ് ഇതിനകത്ത് ഒരു അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വേണ്ടത്. പറയുന്നത് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ടെക്നിക്കൽ സ്കില്ല് വേണം, ഹ്യൂമൻ സ്കില്ല് വേണം, കൺസെപ്ച്വൽ സ്കില്ല് വേണം. കൺസെപ്ച്വൽ ആണ് CONCEPTUAL. മനസ്സാകാണൽ, മനസ്സിലാക്കാനും ഉള്ള ഒരു കഴിവ് വേണം. കിട്ടിയില്ല ലാസ്റ്റ് പോയിന്റ്? ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്ന സങ്കീർണമായിട്ടുള്ള ആ കാര്യങ്ങളെ, പ്രശ്നങ്ങളെ അതിനെ കുറിച്ച് ചിന്തിക്കാനും അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. ഇനി അടുത്തത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇതൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും വരുന്നത്. പല ഇതിനകത്ത് തന്നിട്ടുണ്ടെന്നുള്ളൂ. കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഇതൊക്കെ തന്നെയാണ്. നോക്കിയേ, hospital administration is all about running the department in a smooth manner. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? is all about running the department in a smooth manner. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എന്താ? ഡിപ്പാർട്ട്മെന്റ് സുഗമമായി നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ് സുഗമമായി നടത്തുക എന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Hospital administration is all about running the department in a smooth manner. ഡിപ്പാർട്ട്മെന്റ് സുഗമമായി നടത്തുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇവിടെ നോക്കി നിങ്ങൾ ഇതിനകത്ത് ആ സ്കില്ലുകൾ 3 ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ടെക്നിക്കൽ സ്കില്ല് വേണം, ഹ്യൂമൻ സ്കില്ല് വേണം, കൺസെപ്ച്വൽ സ്കില്ല് വേണം. ഇത് 3 ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. ഇനി അടുത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം. ഇനി നോക്കിയേ, although some roles may involve direct patient care, many hospital administrators maintain little to no patient contact. സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളുകളിൽ എന്താ പറഞ്ഞിരിക്കുന്ന, നേരിട്ടുള്ള പേഷ്യന്റ് കെയർ ഉൾപ്പെടാമെങ്കിലും, നേരിട്ടുള്ള ഒരു രോഗി പരിചരണ ഉൾപ്പെടാമെങ്കിലും പല അഡ്മിനിസ്ട്രേറ്ററും പേഷ്യന്റുമായിട്ട് അധികം സമ്പർക്കം പുലർത്തുന്നില്ല. ലിറ്റിൽ ടു നോ പേഷ്യന്റ് കോണ്ടാക്ട്. പല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററും പേഷ്യന്റുമായിട്ട് നല്ല സമ്പർക്കം പുലർത്തുന്നില്ല. ഒരു റോളിൽ വരുന്നുണ്ട്, നേരിട്ട് ഡയറക്റ്റ് പേഷ്യന്റ് കെയർ വരുന്നുണ്ട്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും പല അഡ്മിനിസ്ട്രേറ്റർമാരും പേഷ്യന്റ് കോണ്ടാക്ട് പേഷ്യന്റുമായിട്ട് അധികം അങ്ങനെ നേരിട്ട് അധികം സമ്പർക്കം പുലർത്തുന്നില്ല. They may have a variety of responsibilities. ഇത് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. They have a variety of responsibilities. ഏതൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി പറയുന്നത്? ലൈക്ക് മാനേജിങ് ഫിനാൻസ് മാനേജ് ചെയ്യുക. Ensuring the department meets regulatory needs. ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള്, റെഗുലേറ്ററി നിയന്ത്രണ ആവശ്യങ്ങള്, ഡിപ്പാർട്ട്മെന്റൽ നീഡ്സുകള് ഇതെല്ലാം എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ആൻഡ് ഹിയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്. ഹിയറിംഗ് എന്ന് പറഞ്ഞാൽ നിയമിക്കുക, നല്ല ക്വാളിറ്റിയിലുള്ള സ്റ്റാഫിനെ നിയമിക്കുക. ഇത് മൂന്നും ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. വേറെ എന്ത് പറയും എങ്കിൽ ഇത് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഈ ഓപ്ഷൻസ് ഏതൊക്കെയാ വരാന്ന് അറിയില്ല, അതുകൊണ്ടാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാവ് എ വെറൈറ്റി ഓഫ് സം റെസ്പോൺസിബിലിറ്റീസ് ലൈക്ക് മാനേജിങ് ഫിനാൻസ് മാനേജ് ചെയ്യുക. എൻഷുറിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് മീൻസ് റെഗുലേറ്ററി നീഡ്സ്, ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യങ്ങള്, നിയന്ത്രണ ആവശ്യങ്ങള്, ആൻഡ് ഉറപ്പുവരുത്തുക. ആൻഡ് ഹിയറിംഗ് ഹൈ ക്വാളിറ്റി സ്റ്റാഫ്, നല്ല ക്വാളിറ്റി സ്റ്റാഫിനെ നിയമിക്കുക. നെക്സ്റ്റ് സെന്റൻസ് ആണ്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ല. These professionals can find work in a variety of healthcare organizations which consist of hospital, clinics, corporations and government agencies. ഈ പ്രൊഫഷണലുകൾക്ക് ഹോസ്പിറ്റല്, ക്ലിനിക്കുകള്, കോർപ്പറേഷൻസ്, ഗവൺമെന്റ് ഏജൻസി എന്നിവ ഉൾപ്പെടുന്ന വിവിധ ആരോഗ്യ സംഘടനകളില് ജോലി കണ്ടെത്താനാകും. ഹോസ്പിറ്റലിൽ മാത്രമല്ല എന്നൊക്കെ these professionals can find work in a variety of healthcare organization which consist of, ഇത് ഉൾപ്പെടുന്ന ഏതൊക്കെ? ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, കോർപ്പറേഷൻ ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ് എന്നിവ ഉൾപ്പെടുന്ന വിവിധ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് ജോലി കണ്ടെത്താനാകും. നോക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ആ റെസ്പോൺസിബിലിറ്റി അതിൽ നിന്നൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. Hospital administrator coordinate all department within a healthcare facility to make sure that they function as a whole. Hospital administrator ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്യുക, ഏകോപിപ്പിച്ച് എല്ലാം അവ മൊത്തത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഉറപ്പുവരുത്തുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ കോർഡിനേറ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി to make sure that they function as a whole. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഏകോപിപ്പിച്ചിട്ട് അവിടുത്തെ ഫംഗ്ഷൻ, അവരുടെ പ്രവർത്തനങ്ങള് മൊത്തത്തില് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. Their proficiency is needed to execute, plan, organize, direct and monitor the outcome of medical and health services. അടുത്ത് നോക്കിയേ. അപ്പൊ മെഡിക്കൽ ആരോഗ്യ സേവനങ്ങളുടെ ഫലങ്ങള് നടപ്പിലാക്കുന്നതിനും അത് ആസൂത്രണം ചെയ്യുന്നതിനും ഒക്കെ, ഓർഗനൈസ് ചെയ്യുന്നതിനും സംവിധാനം മോണിറ്റർ ചെയ്യുന്നതിനും എല്ലാം പറഞ്ഞല്ലോ. പ്ലാൻ ചെയ്യുന്നതിനും ഓർഗനൈസ് ചെയ്യുന്നതിനും ഡയറക്റ്റ് ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും അവരുടെ പ്രാവീണ്യം ആവശ്യമാണ്. പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞ പ്രാവീണ്യം എവിടെയൊക്കെ വേണം? പ്രൊഫിഷ്യൻസി ഈസ് നീഡഡ്. അവരുടെ പ്രാവീണ്യം ആവശ്യമാണ്. എവിടെ? ടു എക്സിക്യൂട്ട്, പ്ലാൻ, organize, direct and monitor outcome of medical and health services. മെഡിക്കൽ ഹെൽത്ത് സർവീസിന്റെ സേവനങ്ങൾ നടപ്പിലാക്കുന്നതിനും ആസൂത്രണം ചെയ്യുന്നതിനും പ്ലാൻ ചെയ്യുന്നതിനും ഒക്കെ അവരുടെ പ്രൊഫിഷ്യൻസി, അവരുടെ പ്രാവീണ്യം ആവശ്യമാണ്. The role of the hospital administrator differ from one institution to next. അപ്പോൾ ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്ക് അനുസരിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് വ്യത്യാസപ്പെട്ടിരിക്കും.
The role of the hospital administrator differ from one institution to the next. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറുന്നതിന്റെ അനുസരിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോള് വ്യത്യാസപ്പെട്ടിരിക്കും. Then duties must often include. അവരുടെ ഡ്യൂട്ടീസ് പറയുന്നത് ഇതൊന്ന് നോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊന്ന് ടിക്കറ്റ് വെച്ചേക്കുക, ഡ്യൂട്ടീസ് എന്തൊക്കെയാ പറഞ്ഞിരുന്നത്. Serving as contact among governing boards, medical staff, department head. Okay, governing ബോർഡുകള്, മെഡിക്കൽ സ്റ്റാഫ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് എന്നിവയ്ക്കിടയില് ഒരു എന്താ ചെയ്യാ സമ്പർക്കം പുലർത്തുക. Serving as contact among governing ബോർഡുകള്, ഗവേൺ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ഒരു ബോർഡുകള്, മെഡിക്കൽ സ്റ്റാഫുകള്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് എന്നിവർക്കിടയില് സമ്പർക്കം പുലർത്തുക. സമ്പർക്കം പുലർത്തുക, അവരുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഒക്കെ ഉണ്ടായിരിക്കണം. അടുത്ത നോക്കി റിക്രൂട്ടിങ്. റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? തിരഞ്ഞെടുക്കുക. ഹിയറിംഗ് നിയമിക്കുക. ആൻഡ് അസസിംഗ് വിലയിരുത്തുക. നഴ്സസ്, ഡോക്ടേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. നഴ്സുമാരെ, ഡോക്ടേഴ്സിനെ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററിനെ ഒക്കെ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക, നിയമിക്കുക, അവരെ വിലയിരുത്തുക. ഇതിന്റെ മീനിങ് അറിയില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക, ഹിയറിംഗ് എന്ന് വെച്ചാൽ നിയമിക്കുക, അസസിംഗ് എന്ന് വെച്ചാൽ വിലയിരുത്തുക. അടുത്ത നോക്കിയേ, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, controlling and coordinating services as directed by the hospital board. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. ഇപ്പൊ ഡയറക്റ്റിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, എലമെന്റ്സിൽ പറഞ്ഞില്ലേ? ഓർഗനൈസിങ്, ഡയറക്റ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, കൺട്രോളിങ് നിയന്ത്രിക്കുക, ആൻഡ് കോർഡിനേറ്റിംഗ് ഏകോപിപ്പിക്കുക. ഇതൊക്കെ ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം സർവീസുകള് എന്ത് ചെയ്യുക? ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം, as directed by the hospital board. ഹോസ്പിറ്റൽ ബോർഡ് നിർദ്ദേശിച്ച പ്രകാരം സേവനങ്ങള് ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് നോക്കി, ഫോർത്ത് പോയിന്റ്, supervising the creations and implementation of programs and policies for patient services, quality assurance, public relation, outreach and department activities. ഈ പേഷ്യൻസിന്റെ ഒക്കെ സർവീസുകള് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകളും പോളിസീസും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കുക. സൂപ്പർവൈസ് ചെയ്യുക. സൂപ്പർവൈസിംഗ് the creations and the implementation of program and policies for patient service, quality assurance, public relation, outreach and department activity. ഹോസ്പിറ്റൽ ബോർഡുകൾ നിർദ്ദേശിച്ച പ്രകാരം സേവനങ്ങൾ സംഘടിപ്പിക്കുക, പിന്നെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക, പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങള് ഏകോപിപ്പിക്കുക എന്നിവയ്ക്കായിട്ടുള്ള അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളും പോളിസികളും ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, സൂപ്പർവൈസിംഗ് the creation and the implementation of programs and policies. അതാണ് അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് താഴെ തന്നിരിക്കുന്നത് കേട്ടോ. നോക്കിയേക്കാവുന്ന പേഷ്യൻസിന്റെ സർവീസുകൾ, പേഷ്യന്റ് സർവീസ്, ക്വാളിറ്റി അഷുറൻസ് ഉറപ്പുവരുത്തുക, ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് റിലേഷൻസ്, ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ് എന്നിവയ്ക്കായിട്ടുള്ള പ്രോഗ്രാമുകൾ, ഇതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളും പോളിസികളും നയങ്ങളും ഒക്കെ സൃഷ്ടിക്കുകയും നടപ്പിലാക്കുകയും അതിനുള്ള മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. ഓക്കെ, അതിനുള്ള മേൽനോട്ടം വഹിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, അഡ്വാൻസിംഗ് ആൻഡ് എക്സ്പാൻഡിംഗ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ. പറഞ്ഞേക്കുന്നേ ലാസ്റ്റ് പോയിന്റ് ആണ് അഡ്വാൻസ് ചെയ്യുക, മുന്നേറുക. ആൻഡ് എക്സ്പാൻഡിംഗ് പ്രോഗ്രാമുകൾ വികസിപ്പിക്കുക.
and the services for scientific research and preventive medicine. ശാസ്ത്രീയ ഗവേഷണത്തിലും സയന്റിഫിക് റിസർച്ച്, ശാസ്ത്രീയ ഗവേഷണത്തിലും പ്രിവെന്റീവ് മെഡിസിൻ, റിസർച്ച് ഹോസ്പിറ്റൽസ്, പ്രിവെന്റീവ് മെഡിസിനിലും ഒക്കെ വേണ്ടിയുള്ള പ്രോഗ്രാമുകളും അതുപോലെ സേവനങ്ങളും മുന്നേറുകയും അത് വികസിപ്പിക്കുകയും ചെയ്യുക. അഡ്വാൻസിങ് ആൻഡ് എക്സ്പാൻസിങ് പ്രോഗ്രാം ആൻഡ് സർവീസസ് ഫോർ സയന്റിഫിക് റിസർച്ച് ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ. സയന്റിഫിക് റിസർച്ച്, ശാസ്ത്രീയ ഗവേഷണത്തിനും പ്രിവെന്റീവ് മെഡിസിനും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ ഒക്കെ എന്ത് ചെയ്യുക, വികസിപ്പിക്കുകയും അതിന് മുന്നേറുകയും ചെയ്യുക. ഇത്രയും പോയിന്റുകളാണ്. വേറെ ഡീറ്റെയിൽ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക കേട്ടോ. ഇതിനകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാതെ ചോദിക്കാം. ജസ്റ്റ് 5 പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്യുക. 4th പോയിന്റ്. ഓക്കെ, സൂപ്പർവൈസിംഗ് ദ ക്രിയേഷൻ ആൻഡ്, ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയാം കേട്ടോ. ഓക്കെ, supervising the creation and implementation of programs and policies for patient services, quality assurance, public relation outreach and departmental activities. പേഷ്യന്റിന്റെ സർവീസ് അവരുടെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക, ക്വാളിറ്റി അഷുറൻസ്, പബ്ലിക് റിലേഷൻ, ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ്, ഡിപ്പാർട്ട്മെന്റൽ പ്രവർത്തനങ്ങൾ, ഈ 4 കാര്യങ്ങളും അതുപോലെ തന്നെ നോക്കാം. എന്നിവയ്ക്ക് ഫോർ ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പേഷ്യന്റ് സർവീസ്, ക്വാളിറ്റി അഷുറൻസ്, പബ്ലിക് റിലേഷന്, ഡിപ്പാർട്ട്മെന്റ് ആക്ടിവിറ്റീസ് എന്നിവയ്ക്കായിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളും പോളിസികളും ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സൃഷ്ടിക്കുക, ക്രിയേറ്റ് ചെയ്യുകയും. ഈ ആൻഡ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞിട്ട് നടപ്പിലാക്കുന്നതിനും സൃഷ്ടിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും എന്ത് ചെയ്യണം, അതിനൊരു സൂപ്പർവൈസ് ചെയ്യുക. മനസ്സിലായോ? പേഷ്യന്റ് സർവീസ്, ക്വാളിറ്റി അഷുറൻസ്, പബ്ലിക് റിലേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസ് എന്നിവയ്ക്കായിട്ടുള്ള പ്രോഗ്രാമുകളും പോളിസികളും ക്രിയേറ്റ് ചെയ്യുക, സൃഷ്ടിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുകയും ചെയ്യുന്നത് എന്ത് ചെയ്യണം, അതിന് സൂപ്പർവൈസ് ചെയ്യണം, അതിന് ഒരു മേൽനോട്ടം വഹിക്കണം. ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് കുറച്ചുകൂടി നോക്കാം. എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് തലവേദനയൊക്കെ എടുക്കുന്നത്. രാവിലെ മുതൽ തുടങ്ങിയതാണ്. ഇത് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങളത് വായിച്ചിട്ട് ഒന്നുകൂടി നാളെ നെക്സ്റ്റ് ഫ്രൈഡേ ഒന്ന് ചോദിക്കണം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ ഒന്നോട് പറഞ്ഞുതരാം കേട്ടോ. എന്തെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ ചോദിച്ചാൽ മതി. അടുത്ത് നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇന്ന് വായിച്ചു വെക്കുക. എന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഫ്രൈഡേക്ക് ചോദിച്ചോ. എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഒരു ക്ലാസ് നമുക്ക് മിസ്സാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കയറിയതാണ്, തീരെ വയ്യ. അടുത്ത് നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാവ് ടു സേ current on any laws and regulations that affect the healthcare or hospital industry, as well as medical and technological progress. Then, as business leader, hospital administrator must oversee. ഇവിടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്നുകൂടി നോക്കി, ഫസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാവ് ടു സേ കറന്റ് ഓൺ എനി ലോസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ഹെൽത്ത് കെയർ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടോ, ഒരു ഹെൽത്ത് കെയർ പരിപാലിക്കുന്നതിനായിട്ടോ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, ആശുപത്രി വ്യവസായം,
ഹോസ്പിറ്റൽ പരിപാലനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, ആശുപത്രി വ്യവസായത്തെയോ അല്ലെങ്കിൽ അതുപോലെ വൈദ്യശാസ്ത്രവും സാങ്കേതികപരമായിട്ടുള്ള മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ പ്രോസസ്സ്, വൈദ്യശാസ്ത്രവും സാങ്കേതികപരമായിട്ടുള്ള പുരോഗതിയെ ബാധിക്കുന്ന ഏതെങ്കിലും നിയമങ്ങളിലും ചട്ടങ്ങളിലും ഒക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് നിലനിൽക്കണം. Hospital administrator have to stay current on any laws and regulations. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, that affect health കെയറിനെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രി, ഹോസ്പിറ്റൽ വ്യവസായത്തെയോ as well as മെഡിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസിനെയോ ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ അതിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും നിയമങ്ങളിലും ചട്ടങ്ങളിലുമൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർ നിലനിൽക്കണം. ആസ് എ ബിസിനസ് ലീഡർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീ. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ആസ് എ ബിസിനസ് ലീഡർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ മസ്റ്റ് ഓവർസീസ്. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങള്. ഫസ്റ്റ് നോക്കിയേ, ലോങ് ടേം പ്ലാനിങ്, ദീർഘകാല ആസൂത്രണം. ലോങ് ടേം പ്ലാനിങ്, ദീർഘകാല ആസൂത്രണം. സെക്കൻഡ് നോക്കിയേ, ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്സ്, പ്രവർത്തന ലക്ഷ്യങ്ങളും ബഡ്ജറ്റുകളും. ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്, പ്രവർത്തന ലക്ഷ്യങ്ങളും ബഡ്ജറ്റുകളും. The systematic delivery of medical services, മെഡിക്കൽ സർവീസുകളുടെ ചിട്ടയായിട്ടുള്ള വിതരണം. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? ലോങ് ടേം പ്ലാനിങ്, ദീർഘകാല ആസൂത്രണം. അടുത്തത് നമ്മൾ പെട്ടെന്ന് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഒരു എന്താ കുറച്ചും കൂടി അഡ്വാൻസ് ആയിരിക്കണം, ലോങ് ടേം പ്ലാനിങ് ആയിരിക്കണം. ഓപ്പറേറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബഡ്ജറ്റ്, പ്രവർത്തന ലക്ഷ്യങ്ങളും ബഡ്ജറ്റുകളും. ദ സിസ്റ്റമാറ്റിക് ഡെലിവറി ഓഫ് മെഡിക്കൽ സർവീസ്, മെഡിക്കൽ സർവീസുകളുടെ ചിട്ടയായിട്ടുള്ള വിതരണം. ഫിനാൻഷ്യൽ റിപ്പോർട്ട്, സാമ്പത്തിക റിപ്പോർട്ടുകള്. ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഹോസ്പിറ്റൽ പോളിസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഹോസ്പിറ്റൽ പോളിസി ചേഞ്ചസ്, ഹോസ്പിറ്റൽ പോളിസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇതെല്ലാത്തിനും മേൽനോട്ടം വഹിക്കണം. ഒരു ബിസിനസ് ലീഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാര് മേൽനോട്ടം വഹിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. Their strong interpersonal skills are needed when overseeing and monitoring. അത് മോണിറ്ററിംഗ് ആട്ടോ. MONITORING. ഒരു മിനിറ്റ് ഒന്ന് ചെയ്യട്ടെ. ഓക്കെ, രണ്ട് മീനിങ്ങും കുഴപ്പമില്ല കേട്ടോ. മോണിറ്ററിംഗിന് വേണ്ട മെന്റോറിംഗ് തന്നെ കൊടുത്താലും മതി. മാർഗനിർദ്ദേശം നൽകുക എന്നുള്ളത് കേട്ടോ, മെന്റോറിംഗ്. ഓക്കെ, അത് കുഴപ്പമില്ല കേട്ടോ, മെന്റോറിംഗ് തന്നെ ഇതിന്റെ മതി. Okay, their strong interpersonal skills are needed when overseeing and mentoring staff, interacting with the community and cooperating with the governing boards. ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപഴകുന്ന ജീവനക്കാരെ ഓവർസീയിങ്, മേൽനോട്ടം വഹിക്കുകയും
അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ഭരണസമിതിയുമായിട്ട് സഹകരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഒരു സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽ, ഒരു ശക്തമായ ഒരു വ്യക്തിഗത കഴിവുകൾ ആവശ്യമാണ്. സ്ട്രോങ് ഒന്നുകൂടി പറയാം, ഒന്ന് ശ്രദ്ധിച്ച്, അതൊരു ഇച്ചിരി വളഞ്ഞെടുക്കുന്ന സെന്റൻസ് ആണ്. സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആർ നീഡഡ്. അവരുടെ ശക്തമായ ഒരു വ്യക്തിഗത കഴിവുകൾ ആവശ്യമാണ്. എവിടെയാ? when overseeing and monitoring staff interacting with the community. ഒരു കമ്മ്യൂണിറ്റിയുമായി ഇടപഴകുന്ന ജീവനക്കാരെ, സ്റ്റാഫിനെ മെന്റോറിങ്, ഓവർസീയിങ്, രണ്ട് വേർഡ്സ് പറഞ്ഞത്, മേൽനോട്ടം വഹിക്കുന്നതിനും അവരെ മാർഗനിർദ്ദേശം നൽകുന്നതിനും അവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞെങ്കിലേ the strong interpersonal skills are needed. ഒരു കമ്മ്യൂണിറ്റിയുമായി ഇടപഴകുന്ന സ്റ്റാഫിനെ മേൽനോട്ടം വഹിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നതിനും, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ആൻഡ് കോപ്പറേറ്റിംഗ് വിത്ത് ഗവേണിംഗ് ബോർഡ്സ്, ഭരണസമിതിയുമായി സഹകരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് എന്ത് വേണം? സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആർ നീഡഡ്. ക്ലിയർ ആയോ? ഒന്നുകൂടി നോക്കി ആ ഒരു സെന്റൻസ്. കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപഴകുന്ന ജീവനക്കാരെ, സ്റ്റാഫിനെ മേൽനോട്ടം വഹിക്കുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നതിനും ഭരണസമിതിയുമായി അത് സഹകരിക്കും ചെയ്യുന്നതിന് എന്ത് വേണം? അവർക്കുടെ സ്ട്രോങ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ആർ നീഡഡ്. അവരുടെ ശക്തമായ വ്യക്തിഗത കഴിവുകൾ വേണം, ഇന്റർപേഴ്സണൽ സ്കിൽസ് വേണം. കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ ആ പോയിന്റ്സ്? ഓക്കെ, ക്ലിയർ ആയോ? യെസ്. ഇനി അത് പറഞ്ഞേക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സ് ആണ്. ജസ്റ്റ് ഇത് മാത്രം ഒന്ന് വേഗം ഒന്ന് പറഞ്ഞു നിർത്താം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ജോബ് എന്താണ്? ഇൻ beside the hospital which may range from a small community hospital, massive multi-hospital system, their healthcare administrator may also work for. അപ്പൊ ഈ ഒരു സൗകര്യങ്ങൾ നടന്ന ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലുകൾ മുതൽ വലിയ മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം വരെയുള്ള ഹോസ്പിറ്റലിന് പുറമെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഇവിടെ താഴെ പറയുന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാം. എന്ന് പറഞ്ഞേക്കുന്നത് beside the hospital which may range from small community hospital to massive multi hospital system. ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ മൾട്ടി ഹോസ്പിറ്റൽ സിസ്റ്റം വരെയുള്ള ഈ ഹോസ്പിറ്റലുകൾക്ക് പുറമെ, അപ്പോൾ ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ വലിയ മൾട്ടി ഹോസ്പിറ്റൽ വരെയുള്ള അവിടെ സംവിധാനങ്ങൾ വരെയുള്ള ഹോസ്പിറ്റലിന് പുറമെ ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഇവിടെയൊക്കെ വർക്ക് ചെയ്യാം. എവിടെയൊക്കെ? റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാം. പുനരധിവാസ സൗകര്യങ്ങൾ, റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റീസ് ഉള്ള സ്ഥലങ്ങളിൽ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാം. ആംബുലേറ്ററി കെയർ സെന്റേഴ്സ്, ഔട്ട് പേഷ്യന്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആംബുലേറ്ററി കെയർ സെന്റർ എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ ഫെസിലിറ്റി ദാറ്റ് പ്രൊവൈഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്നാണ് ആംബുലേറ്ററി കെയർ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം. ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട, എവിടെയെല്ലാം വർക്ക് ചെയ്യാന്ന് മാത്രം നോക്കാം. ഇതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഗ്രൂപ്പ് മെഡിക്കൽ പ്രാക്ടീസുകളിൽ വർക്ക് ചെയ്യാം. ഗ്രൂപ്പ് പ്രാക്ടീസ് ഉണ്ടല്ലോ അവിടെ വർക്ക് ചെയ്യാം. ഹോസ്പിറ്റൽ സെന്റേഴ്സിൽ വർക്ക് ചെയ്യാം. ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസ് വീണ്ടും അവിടെ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഔട്ട് പേഷ്യന്റ് എന്ന് വേറെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആംബുലേറ്ററി കെയർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാട്ടോ. ഹെൽത്ത് കെയർ ഫെസിലിറ്റി ദാറ്റ് പ്രൊവൈഡ് ഔട്ട് പേഷ്യന്റ് അതാണ് ആംബുലേറ്ററി കെയർ എന്ന് പറയുന്നത്. അവിടെ ഔട്ട് പേഷ്യന്റ് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാം.
ഫിസിഷ്യൻ ഓഫീസേഴ്സിൽ വർക്ക് ചെയ്യാം, റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യാം, ഹോം ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യാം, ദെൻ മാനേജ്ഡ് കെയർ ഓർഗനൈസേഷൻ, ഇവിടെയെല്ലാം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് വർക്ക് ചെയ്യാം. ചെറിയ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റൽ മുതൽ വലിയ മൾട്ടി സംവിധാനങ്ങൾ വരെയുള്ള ഹോസ്പിറ്റലുകൾക്ക് പുറമെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ താഴെ പറയുന്ന സൗകര്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി അത് ഒന്ന് പറയാം കേട്ടോ അടുത്ത ക്ലാസ്. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അശ്വിനി മാമ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, തീരെ വയ്യ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ബൈ.